ദക്ഷിണ ഭാരതത്തിലെ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണ്ടത്. തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തിലെത്തി പോമോനെ വിജയ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആക്ഷേപിച്ചു. തീർച്ചയായിട്ടും തെറ്റായ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് സംസാരിക്കുമ്പോൾ മിതത്വം വേണ്ടതാണ്, മര്യാദ ഒഴിച്ചുകൂടാനാകാത്തതാണ്, സദാചാരം പാലിക്കേണ്ടതാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അക്ഷന്തവ്യമാണ്, ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഈ തെലങ്കാന മുഖ്യമന്ത്രി മുമ്പും ചില പ്രസ്താവനകൾ നടത്തി വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രി തെലങ്കാനയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്ന വേളയിൽ പറഞ്ഞത് കോൺഗ്രസ് എന്നാൽ മുസൽമാൻ, മുസൽമാൻ എന്നാൽ കോൺഗ്രസ് എന്നാണ് അർത്ഥം എന്നൊക്കെയാണ് ഈ രേവന്ത് റെഡ്ഡി തട്ടിവിട്ടത്. ഈ രേവന്ത് റെഡ്ഡി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ത് കൂടോത്രം വേണമെങ്കിലും ചെയ്യും എന്ന് പൊതുവെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഈ ജൽപ്പനം പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒട്ടും തന്നെ സഹിക്കാനായില്ല. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എത്രത്തോളം സഹിഷ്ണുതയുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിമ്പും വളരെ കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ള കാര്യം എവിടെയും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മാധ്യമങ്ങളോട് കടക്കുപുറത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഏറ്റവും നികൃഷ്ടമായ ഒരു പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചതും നമുക്കറിയാം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ അന്ന് നമ്മുടെ പാർട്ടി സെക്രട്ടറി, CPM സെക്രട്ടറി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് നരാധമൻ നരേന്ദ്രമോദി എന്നാണ്. ആ പിണറായി വിജയനിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 2014 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊല്ലത്തെത്തിയ മുഖ്യമന്ത്രി അന്ന് മുന്നണി വിട്ടുപോയി UDFൻ്റെ ഒപ്പം ചേർന്ന്, അല്ലെങ്കിൽ UDF പിന്തുണയോടുകൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച NK പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, സ്ഥാനാർത്ഥിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് പരനാറി എന്ന പ്രയോഗം കൊണ്ടാണ്. ആ ഒറ്റ പ്രയോഗത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തത് തനിക്ക് വലിയ വെല്ലുവിളിയായി വളർന്നു വരുമായിരുന്ന MA ബേബി എന്ന സഖാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെയാണ് അദ്ദേഹം അന്ന് തകർത്ത് കളഞ്ഞത്. എന്തായാലും ആ 2014 ആ പ്രയോഗം അദ്ദേഹം 2019 ആവർത്തിച്ചു. പരനാറിത്തരത്തിനെ പരനാറിത്തരം കാണിക്കുന്നവനെ പരനാറി എന്നല്ലാതെ എന്ത് വിളിക്കണം എന്നാണ് അന്ന് മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ ചോദിച്ചത്. ആ ചോദ്യത്തിനും കൃത്യമായി കൊല്ലത്തുകാർ ഭൂരിപക്ഷം പ്രേമചന്ദ്രന് വർദ്ധിപ്പിച്ചുകൊണ്ട് മറുപടി നൽകി. അതിനു മുമ്പ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോഴാണ് അതിദാരുണമായ പ്രയോഗം നമ്മൾ കേട്ടത്. കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയാൽ പിന്നെ മരണമാണ് അവനെ കാത്തിരിക്കുന്നത്, മരണമാണ് അവന് സമ്മാനിക്കേണ്ടത് എന്ന ആ ഉന്മൂലന സിദ്ധാന്തം വളരെ കൃത്യമായി ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അങ്ങേയറ്റം ക്രൂരമായി പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ശ്രീ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് അന്ന് തെളിഞ്ഞതാണ്. ഇവിടെ രേവന്ത് റെഡ്ഡിക്കും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. പിണറായിയുടെ വാമൊഴി വഴക്കം, പണ്ടത് EP ജയരാജനെ കുറിച്ചാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പലപ്പോഴും ഈ EP ജയരാജൻ്റെ വായ്മൊഴി വഴക്കത്തെക്കുറിച്ച് വളരെയധികം വിശദീകരിക്കാറുണ്ട്, വാചാലനാകാറുണ്ട്. ആ വായ്മൊഴി വഴക്കം വാസ്തവത്തിൽ EP ജയരാജന് ലഭിച്ചത് പിണറായിയിൽ നിന്നാണെന്ന് തോന്നുന്നു. പിണറായി ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഗുരു. എന്തായാലും ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ചുട്ട മറുപടി തന്നെ കൊടുത്തു. രേവന്ത് റെഡ്ഡിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചാനലുകളിലും വന്നു കഴിഞ്ഞു ആ വാർത്ത. അദ്ദേഹം പറഞ്ഞത് ഈ രേവന്ത് റെഡ്ഡിയുടെ ആരോപണങ്ങൾ
അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി കൊടുക്കുന്നില്ല. കാരണം അതിനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തായാലും ഡാഷ് മോനെ രേവന്തേ മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്തായാലും മാധ്യമങ്ങളെല്ലാം ഇത് വലിയ ആഘോഷമാക്കി. കോൺഗ്രസ്സുകാർ ആകെ നാണക്കേടിലുമായി. കാരണം പിണറായി വിജയനോട് എങ്ങനെ മറുപടി പറയും? മറുപടി പറഞ്ഞാൽ ഒരു മലയാളിയെ, ഒരു തെലങ്കാനയിൽ നിന്ന് ഒരു ആന്ധ്രാക്കാരൻ, ഒരു തെലുങ്കൻ വന്ന് ആക്ഷേപിച്ചിട്ട് കോൺഗ്രസ്സുകാർക്കതിൽ വേദനയില്ല. ഒരു മലയാളിക്ക് നേരെ ആക്ഷേപം ചൊരിഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ അത് കയ്യും കെട്ടി നോക്കിയിരുന്നു എന്ന് മാത്രമല്ല, അതിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതിന് കവചം തീർത്തുകൊണ്ട് മലയാളിയായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കുന്നു എന്ന നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യും ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ. വലിയ സൈബർ ബുള്ളിയിങ്ങിന് അത് കാരണമാകും എന്ന് കോൺഗ്രസ്സിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ് വ്യക്തിപരമായി രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ഏറ്റുമുട്ടി തീർക്കട്ടെ എന്ന് കരുതി മൗനം പാലിച്ചു. അതാണ് അതിന് പിന്നിലെ രാഷ്ട്രീയം. എന്നാൽ ഈ ഒരു സംഭവത്തിനിടയ്ക്ക് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു മന്ത്രിയായിരുന്ന ഒരാൾ ഫോണിലൂടെ മറ്റൊരാളിനോട് പറയുകയാണ് 2018 പ്രളയത്തിൻ്റെ കാരണം എന്തായിരുന്നുവെന്ന്. തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നില്ല, അത് തുറക്കാതിരുന്നത് കൊണ്ടാണ് വലിയ രീതിയിൽ ഈ നമ്മുടെ ഇടനാടിൽ, അതായത് ചെങ്ങന്നൂർ ഉൾപ്പെടെ അപ്പർ ലോവർ കുട്ടനാടുകളിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായത്. അത് പമ്പ, മണിമല തുടങ്ങിയ ആറുകളിലെ, നദികളിലെ വെള്ളം വലിയ രീതിയിൽ കുത്തിയൊഴുകി വന്നപ്പോൾ കനത്ത മഴ പെയ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിരുന്നെങ്കിൽ ഒഴുകി യഥാസമയം കടലിലേക്ക് പോയേനെ. അങ്ങനെ ചെയ്യാതിരുന്നതിന് പിന്നിൽ ഒരു അഴിമതി ഉണ്ടെന്നും, അതായത് ഈ സ്പിൽവേക്ക് അപ്പുറത്ത് കടൽ തീരത്തോട് ചേർന്ന് വലിയ രീതിയിൽ മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അത് കരിമണലാണ്. ആ കരിമണൽ കേരളത്തിലെ ഒരു വ്യവസായിയാണ് വാരിയെടുക്കുന്നത്. അദ്ദേഹമാണ് അത് മറിച്ച് കൊടുക്കുന്നത്, വിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നു. തുറന്നാൽ ഈ മലവെള്ളം കുത്തിയൊലിച്ച് വന്ന് ഈ കരിമണലിനെയും എടുത്തുകൊണ്ട് കടലിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരുന്നത് അഴിമതിയാണ് എന്നാണ് ആ മുൻ മന്ത്രി പറഞ്ഞത്. നമുക്കറിയാം, വൈദ്യുത മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയാണ് അക്കാര്യം പറഞ്ഞത്. ഫോണിലൂടെ പറഞ്ഞതിൻ്റെ ശബ്ദരേഖ കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട് അത് വലിയ ചർച്ചയായപ്പോഴാണ് ഡാഷ് മോനെ രേവന്തേ എന്ന ഒരു പ്രതിരോധ കവചവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. അതോടുകൂടി ആ വാർത്ത അവിടെ മരിച്ചു. പകരം പോ മോനെ വിജയ എന്നുള്ള രേവന്ത് റെഡ്ഡിയുടെ പറച്ചിലും അതുപോലെ ഡാഷ് മോനെ രേവന്തേ നിനക്കുള്ള മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്ന പിണറായിയുടെ പ്രസ്താവനയും ഒക്കെയായി പിന്നത്തെ ചർച്ച. എന്തായാലും നമ്മുടെ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ തങ്ങളാലാകുന്ന വിധം തങ്ങളുടെ റോളുകൾ ഭംഗിയായി നിർവഹിച്ചു എന്നേ പറയേണ്ടതുള്ളൂ. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സംഭവത്തിൽ മുങ്ങിപ്പോയി. പിണറായി വിജയനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ സത്യവാങ്മൂലം നൽകുന്നുണ്ടോ? എന്താണ് ആ സത്യവാങ്മൂലത്തിൽ കേരള സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയായിരുന്നു ചോദ്യം. അതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞെട്ടിക്കുന്ന മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ പിന്തുടരുന്ന വിദ്വാൻമാരായ പണ്ഡിതന്മാരായ ആൾക്കാരോടൊക്കെ ചർച്ച ചെയ്തു മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. കോടതിയോട് ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന മറുപടിയാണ് ലഭിച്ചത്. നോക്കൂ, ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഒക്കെ രഹസ്യമായി പോലീസ് സംരക്ഷണത്തിൽ സന്നിധാനത്ത് എത്തിച്ച് ശബരിമല അയ്യപ്പ സ്വാമിയുടെ മുന്നിലെത്തിച്ച് ദർശനം നടത്തിക്കാൻ മുൻകൈയെടുത്ത മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് അവിടെ പ്രവേശിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഏത് യുവതികൾക്കും പോലീസ് സംരക്ഷണം കൊടുക്കും എന്നാണ് ഈ 2018-19 കാലത്ത് സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അന്ന് പാർട്ടിയും
വകുപ്പ് മന്ത്രിയും ഒക്കെ ഇത് വേണോ എന്ന് പോലും അദ്ദേഹത്തോട് ചോദിച്ചതാണ്. അന്ന് നിർബന്ധം പിടിച്ച് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണം, അതിന് ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് പ്ലേറ്റ് തിരിച്ച് വെച്ചത്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മാറിയേക്കാം. എന്തായാലും ഈ വിഷയവും കേരളം ചർച്ച ചെയ്തില്ല. പകരം പോമോനെ വിജയ എന്നുള്ളതും ഡാഷ് മോനെ രേവന്തേ എന്നുള്ളതിലും ആ ചർച്ചയങ്ങ് ഒതുങ്ങി. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ വോട്ടർമാരിൽ നിന്ന് ഒരു പരിധിവരെ മറച്ചു വയ്ക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു കാര്യം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ജയിച്ചു വന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും, വെല്ലുവിളിയായിരിക്കും, അങ്ങേയറ്റത്തെ പ്രതിസന്ധിയായിരിക്കും ജീവിതത്തിൽ അദ്ദേഹം നേരിടാൻ പോകുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ആവോളം ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാൻ കഴിയുകയുള്ളൂ.